എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പൂക്കാട്ടുപടി. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് കേൾവിക്കുറവ് സംഭവിച്ചാൽ എന്താണ് ചെയ്യുക, എന്തുകൊണ്ടാണ് കേൾവിക്കുറവ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ധാരാളം പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കേൾവിക്കുറവ്, ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് പല കാരണങ്ങൾ കൊണ്ടുവരാം. ചിലർ പറയും നമ്മുടെ ചെവിയിലെ ഇയർ ഡ്രമ്മിന് ഹോള് വീണിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രഷർ വേരിയേഷൻ കൊണ്ട് നെർവ് ഡാമേജ് ആയി. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കേൾവി കുറവ് സംഭവിക്കാം. ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഫുള്ളി കേൾവി നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ഇവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും, ചെക്കപ്പ് ചെയ്യും, എല്ലാം ചെയ്യും. ചിലർ പറയും അത് പെർമനന്റ് ഡാമേജ് ആണ്, നെർവ് ഡാമേജ് ആണ്, ഇനി കേൾവി തിരികെ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേൾവിക്കുറവ് സംഭവിക്കുമ്പോൾ ചെവിയുടെ ഇന്നർ ഇയറിന്റെ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നെർവ് ഡാമേജ് ആയിരിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു നെർവ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ നെർവ് ഡാമേജ് ആയത്, എന്തായിരുന്നു ചെവിയുടെ പ്രോബ്ലം. ഈ പ്രോബ്ലംസ് നമ്മളൊന്ന് സ്റ്റഡി ചെയ്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വിധി എഴുതിയ പലർക്കും പിന്നീട് കേൾവി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പെർമനന്റ് ഡാമേജ് ആണ്, നെർവ് ഡാമേജ് ആയി പോയതാണ്, ഇനി നിങ്ങൾക്ക് കേൾവി കിട്ടില്ല എന്ന് പറഞ്ഞ പലർക്കും കേൾവി കിട്ടുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അപ്പം നെർവ് ഡാമേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾവി ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ നെർവ് ഡാമേജ് ആവുന്നത്, അതിലേക്ക് വരാം. അപ്പൊ അതിന് നമ്മൾ ചെവിയുടെ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ, ചെവി ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം മറ്റൊന്നുണ്ട്. മൂക്കും ചെവിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതാണ് യൂസ്റ്റേക്കിൻ ട്യൂബ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഇമേജിൽ കാണിക്കാം. യൂസ്റ്റേക്കിൻ ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയറിലെ പ്രഷർ റിലീസ് ചെയ്യാനായിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ ത്രോട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബുണ്ട്. അതാണ് യൂസ്റ്റേക്കിൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ചെവിയുടെ പ്രഷർ ബാലൻസ് ചെയ്യുന്നത്. അപ്പം നെർവ് ഡാമേജസ് സംഭവിക്കുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ചെവിയിൽ പ്രഷർ വേരിയേഷൻ വരിക, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക. ഇങ്ങനെ ഇതൊക്കെ ലോങ് ടൈമിൽ നിൽക്കുമ്പോഴാണ് നെർവ് ഡാമേജസ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഓൾറെഡി പ്രഷർ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഇത് ലോങ് ടൈമിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ആ വ്യക്തിക്ക് നെർവ് ഡാമേജസിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പൊ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ മൂക്കിന് ഒബ്സ്ട്രക്ഷനോ സൈനസ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ യൂസ്റ്റേക്കിൻ ട്യൂബിന് ബ്ലോക്ക് വരും, അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ ചെവിയിൽ പ്രഷർ വ്യതിയാനം വരും. അങ്ങനെ ചെവിയിൽ പ്രഷർ വ്യതിയാനം വരുമ്പോഴാണ് ചെവിയിൽ ചിലർക്ക് എന്ത് പറ്റും? റിങ്ങിങ് സൗണ്ട്, അതേപോലെ ഹമ്മിങ് സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഒരു സൗണ്ട് ഫീൽ ഉണ്ടാവത്തില്ലേ, അതുപോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. കാരണം ഇന്നർ ഇയറിൽ ഫ്ലൂയിഡ് ഉണ്ടാവും, ഫ്ലൂയിഡ് ഫില്ലാവും, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരും. അത് നമ്മുടെ ഇയർ ഡ്രമ്മിലേക്ക് പുഷ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ, സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ഇനി ചിലർക്ക് ക്ലോഗ്ഡ് ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ഹെവിനെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ, ആ ഒരു ഫീലായിരിക്കും ചിലർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഇന്നർ ഇയറിൽ ഫ്ലൂയിഡ് ഫില്ലാവുക, അല്ലെങ്കിൽ പ്രഷർ വ്യതിയാനം വരിക. ചിലർക്ക് ഇതെന്ത് ചെയ്യും? ഇയർ ഇംബാലൻസ് എന്ന വെർട്ടിഗോ എന്ന കണ്ടീഷനിലേക്ക് മാറും. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പ്രധാന റീസൺ, ബേസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നർ ഇയറിൽ നിന്നൊരു ട്യൂബ് വരുന്നുണ്ട്, ഫ്ലൂയിഡിനെയൊക്കെ ഡ്രെയിൻ ചെയ്ത് പ്രഷറൊക്കെ ബാലൻസ് ചെയ്യുന്നൊരു സാധനമുണ്ട്. അത് മൂക്കിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ബ്ലോക്ക് വരുമ്പോഴാണ് ചെവിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചെവിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ചെവിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മൂക്കൊക്കെ കറക്റ്റ് ചെയ്ത്, മൂക്കിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, എയർ ഫ്ലോയ്ക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ചെവിയുടെ ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ കേൾവിക്കുറവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആളുകൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി നെർവ് ഡാമേജ് ആണ്, ഇനി രക്ഷയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ചെവിയിൽ മൂക്കിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസോ ത്രോട്ടിന് എന്തെങ്കിലും ഇറിറ്റേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ആദ്യം കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചെവിയുടെ
ചെവിയുടെ പ്രശ്നം റിക്കവറി ഉണ്ടാകും. അങ്ങനെയാണ് അത് ശരിയാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇവിടെ വരുന്ന ധാരാളം പേർക്ക് ഹിയറിംഗ് ലോസിൽ നിന്ന് റിക്കവറി ലഭിച്ചിട്ടുണ്ട്. അത് ഈ രീതിയിൽ മൂക്ക് ക്ലിയർ ആകുമ്പോൾ അവരുടെ ഇന്നർ ഇയറിന്റെ പ്രഷറും ബാലൻസ് ആവും, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം കിട്ടും, ഫ്ലൂയിഡ് ബിൽഡപ്പ് ആകുന്നത് മാറും, ഇൻഫ്ലമേഷൻ കുറയും. അപ്പോൾ അവർക്ക് ചെവിയിലെ മൂളക്കം, എരമ്പൽ, സൗണ്ട്, ഈ വക പ്രശ്നങ്ങളെല്ലാം മാറുന്നു. ഇയർ ഇംബാലൻസ് ഉള്ളവർക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടുന്നു. ഓട്ടോമാറ്റിക്കലി അവർക്ക് കേൾവി ക്ലിയർ ആവുന്നു. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ കേൾവിക്കുറവ് ഉണ്ട്, നെർവ് ഡാമേജ് ആണ് എന്ന് പറഞ്ഞ് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾക്ക് മൂക്കിന് ബ്ലോക്കോ ഒബ്സ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ആദ്യം കറക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ചെവിയിൽ വരുന്ന വ്യത്യാസം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയുവാനോ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ അറിയുവാനോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പൂക്കാട്ടുപടി. താങ്ക് യു.